ഹൗസ്ഫുൾ 5 വെർഷൻ ബി കാണാൻ വേണ്ടി ഫോറം മോളിലുള്ള സ്ക്രീൻ 5 വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ അമ്മയും വൈഫുണ്ട് ഈ സിനിമ കാണാൻ വേണ്ടിയായിട്ട്. എന്തായാലും ഒരു പുന്നാര മോനെ അവിടെ ഇരുന്നിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രസം വരുന്നുണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അല്ലെങ്കിലേ വെറുപ്പിക്കില്ല, അതിൻ്റെ ഇടയിൽ ഇവൻ്റെ വെറുപ്പിക്കില്ല. ഹൗസ്ഫുൾ 5 ദോസ്താന എന്നുള്ള സിനിമ എടുത്ത ഡയറക്ടറാണ് കേട്ടോ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് സിനിമകൾ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. കൂച്ചി കൂച്ചി ഹോത്താ ഹെ, ഡ്രൈവിൽ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സുശാന്തും ജാക്ലിനുമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് എടുത്ത പടമാണ് ഹൗസ്ഫുൾ 5. ഡയറക്ടറിൻ്റെ പേര് തരുൺ മൻസുഖാനി. കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചത് ദോസ്താനെ ഡയറക്റ്റ് ചെയ്തത് കരൺ ജോഹർ ആയിരുന്നെന്നാണ്. ഇപ്പോഴാണ് ഇങ്ങനൊരു സത്യം ഞാൻ അറിയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ മനസ്സിൽ കരൺ ജോഹറാണ് അത് ഡയറക്റ്റ് ചെയ്തതെന്നുള്ള സീനിലിരിക്കണമായിരുന്നു. എന്തായാലും ഹൗസ്ഫുൾ 5 കണ്ടിട്ട് എനിക്കും തോന്നിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് രാം ഗോപാൽ വർമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ച് പോയാനെ. ഈ തരുണാണെന്ന് വിശ്വസിക്കാതെ എന്നോട് ആരെങ്കിലും വന്നിട്ട് രാം ഗോപാൽ വർമ്മയാണ് സിനിമ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് പോകും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ചുരുക്കി ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഈ സിനിമ മലയാളത്തിൽ നിന്നുള്ള വെട്ടം, ചന്ദാമാമ, അങ്ങനെ കുറേ സിനിമകളെല്ലാം കൂടി എടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ച് ഒരു പടമാക്കി മാറ്റി എങ്ങനെ ഉണ്ടാവും, അതാണ് ഹൗസ്ഫുൾ 5. പ്ലസ് കുറച്ച് നൈവ്സ് ഔട്ട്, കുറച്ച് 12th മാൻ, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത്, കുറച്ച് ഷിപ്പിലുള്ള നമ്മുടെ സുയാക്തർ ഡയറക്റ്റ് ചെയ്ത പടം ഉണ്ടായിരുന്നില്ല, മറ്റേ ഹൈഫൈ റിച്ച് ആൾക്കാരുടെ, അതും എല്ലാം കൂടി ഒരു 10 സിനിമ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഒരു പരിഭവമായിട്ട് അവസാനം വായിൽ വെക്കാൻ കൊള്ളില്ലാത്തൊരവസ്ഥയെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിരിക്കുന്ന ഒരു സംഭവം. ഓൾറെഡി പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വെട്ടം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ മറ്റേ മലയാള സിനിമയെ ചന്ദമാമ, ഇതൊക്കെ ഹോളിവുഡിൽ നിന്നും ഞോണ്ടിയെടുത്തുകൊണ്ട് വന്ന സാധനങ്ങളാണ്. അപ്പോൾ പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കുന്നോടാ എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഹൗസ്ഫുൾ 5 എന്നുള്ള ഈ സിനിമയ്ക്ക് 2 എൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ഇവർ ക്ലെയിം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ അങ്ങനത്തെ സിനിമ എന്നൊക്കെയാണ്. 5ാം ഭാഗം ഇറങ്ങിയ ആദ്യത്തെ ഫ്രാഞ്ചൈസ് പടം എന്നൊക്കെയാണ്. അപ്പോൾ ഈ അക്ഷയ് കുമാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിരന്തരമായി മലയാളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ നിന്ന് സിനിമ എടുത്തുകൊണ്ട് പോയി റീമേക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ 5ാം ഭാഗം ഇറങ്ങിയ CBI ഡയറി കുറിപ്പിൻ്റെ CBI 5 ദ ബ്രെയിൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി അറിയില്ലായിരുന്നോ? അതുപോലെ തന്നെ ഹരികൃഷ്ണൻസ്, നിങ്ങളുടെ വളരെ പ്രിയ സുഹൃത്തായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്ക എല്ലാവരും കൂടി ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഹരികൃഷ്ണൻസിന് 2 എൻഡിങ് ഉള്ള കാര്യം അറിയില്ലായിരുന്നോ? ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നൈസായിട്ട് റീല് മറ്റേ ഇട്ട് റേജ് ബൈറ്റ് അടിച്ച് അങ്ങനെയെങ്കിലും കുറച്ച് പേര് 4 ഈ സിനിമയെ പറ്റി അറിയട്ടെ എന്നുള്ള മൈൻഡിലാണോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമ റീലോഡ് റോസ്റ്റിനും ഫിലിമി ഷെയ്ക്കിനൊക്കെ എടുത്ത് ഉടുക്കാനുള്ള വക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ശരിക്കും എഴുതിയത് മറ്റേ മസ്തി സീരീസില്ലേ, മസ്തി ഗ്രാൻഡ് മസ്തി ഗ്രേറ്റ് ഗ്രാൻഡ് മസ്തി, അതിനു വേണ്ടി എഴുതി വെച്ച ഏതോ സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. നൈസായിട്ട് ഹൗസ്ഫുൾ 5 എന്നും പറഞ്ഞ് ഇറക്കിയെന്നുണ്ട്. കാരണം ഇത്രയും സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തോ പറയുക, അതിന് ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇതിലെ ഒരൊറ്റ ആക്ട്രസ്സുകളെയും ഇവർ വെറുതെ വിട്ടിട്ടില്ല. ഇതിൻ്റെ ഡയറക്ടർ വേറെ എന്തോ മൂഡിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്ക് സങ്കടം തോന്നിപ്പോയി. ചിത്രാംഗത സിംഗ് ഉൾപ്പെടെ, നർഗിസ് ഫക്രി, സോനം ബാജ്വ, നമ്മുടെ ബിഗ് ബോസിലുള്ള ആ പെൺകുട്ടി, ഇവരൊക്കെ ഇതിനകത്ത് കാണിച്ചേക്കണാണ്. അതായത് മിയർലി അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇവരുടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ എൻ്റെ ദൈവമേ, അതായത് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഡയറക്ടർ ഇത് എന്തിനു വേണ്ടി കാണിച്ചു കൂട്ടിയേക്കണേന്നൊക്കെ. അത് ഭയങ്കര ശോകമുണ്ട്. ഭയങ്കര ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്ഷയ് കുമാർ എന്നുള്ള നടന്ന് നമ്മളിത് പ്രതീക്ഷിച്ചില്ല. കാരണം അക്ഷയ് കുമാറിൻ്റെ പടങ്ങൾ പൊതുവേ കുറച്ച് ഡീസൻ്റ് ആയിരിക്കും, പൊതുവെ അങ്ങനെയാണ്. ഇത് ഇത്തവണ അക്ഷയ് കുമാറിന് ഇത് എന്ത് പറ്റി, പുള്ളി ഇതിനകത്ത് പെട്ടുപോയതാണ്. അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, മസ്തി സീരീസിലെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഹൗസ്ഫുള്ളാക്കിയ അവസ്ഥയൊക്കെയാണ്.
പിന്നെ സാജിദ് നാദിയദ്വാല ഗ്രാൻഡ് എന്നുള്ള സാജിദിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, നടന്ന സംഭവങ്ങളൊക്കെ. മൊത്തത്തിൽ വശവശക്കാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊരു സിനിമയായിട്ട് ഇറക്കിയത് തന്നെ ഉണ്ടല്ലോ, എന്തൊരു അപരാധം പിടിച്ച പരിപാടിയായിപ്പോയി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം പക്ഷേ ഏറ്റവും വലിയൊരു വേസ്റ്റ് കാര്യം ഞാൻ പറയട്ടെ, ഇത് പൊളിറ്റിക്കലി സൂപ്പർ ഇൻകറക്റ്റും വിമനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന അത്രയും എന്താ പറയുക, ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ടർക്കി മൂവി എന്നൊക്കെ പറയേണ്ടി വരും. ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേരെന്ന് പറഞ്ഞാൽ ടർക്കി മൂവി എന്നാണ്. ഇപ്പോൾ നമ്മൾ സ്കേറി മൂവി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനിടാൻ പറ്റുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ടർക്കി, അതായത് ഹോണി മൂവി അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും, അങ്ങനത്തെ ഒരു പടം. പക്ഷെ വേസ്റ്റ് പാർട്ട് എന്താണെന്നറിയാമോ, ഇതൊരു മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ആസ്വദിക്കുന്നതേ ഒരു തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പടമാണ്, അതായത് ഈ പടം വെറുത്ത് എൻജോയ് ചെയ്യേണ്ട ഒരു ടൈപ്പ് അവസ്ഥ. എന്നാൽ കുറേ സീൻസ് കാണുമ്പോൾ നമുക്ക് ചിരി വന്നു, കുറേ സീൻസ് കാണുമ്പോൾ നമ്മൾ തലയിൽ കൈ വെച്ചിരിക്കും. അതായത് അത് എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. നാനാ പട്ടേക്കറെ പോലെയുള്ള ഒരു ക്ലാസ് നടനെയൊക്കെ വെച്ച് ഇവർ എന്താടേ കാണിച്ചു വെച്ചേക്കണം. പുള്ളി ശരിയാണ്, വെൽക്കം ചെയ്തിട്ടുണ്ട്. ആ ഒരു അക്ഷയകുമാറിനോടുള്ള സൗഹൃദം വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് അഭിനയിക്കാൻ വന്നത്. അതുപോലെ ശരി, ഇതിനകത്ത് ഇത് ബ്രെയിൻ വീട്ടിൽ വെച്ചാൽ മാത്രം പോരാ, വേറെ പലതും വീട്ടിൽ വെച്ചിട്ട് പോകേണ്ടി വരും. അല്ലാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഈ സിനിമ ഞാൻ പറയുമ്പോൾ എനിക്ക് ചിരി വന്നെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചിരി വരും, പക്ഷേ അത് ഭയങ്കര ഇൻകറക്റ്റായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മൾ ചിരിക്കുന്നത് പോലും ശരിയല്ലല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ ഞാൻ പറയില്ല, ഇത് ആ ഒരു മൂഡ് പടമാണ്, മസ്തി, ഗ്രാൻഡ് മസ്തി ടൈപ്പ് സാധനമാണ്. ഹൗസ്ഫുള്ള് ഇതിന് മുന്നത്തെ മൂവീസ് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് ഞാൻ പറയും. ഇത് ഭയങ്കര ഓവർ ടർക്കി മൂവി എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഇത് ഇങ്ങനത്തെ ഒരു പടമാണ്. ഇങ്ങനത്തെ സാധനം എൻജോയ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഈ സിനിമക്ക് കാണാൻ പോയത് എൻ്റെ അമ്മേനെയും വൈഫിനെയും കൂട്ടിയിട്ടാണ്. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും ഇവർക്ക് കുറേ സ്ഥലത്ത് ചിരി വന്ന് അവസാനമൊക്കെ ആയപ്പോഴേക്കും ബോറടിച്ചിട്ട് തീർന്നാൽ മതിയായിരുന്നു എന്നും തോന്നിപ്പോയി. കാരണം ചില കാര്യങ്ങൾ ഭയങ്കര ഓവർ സ്ട്രെച്ചാണ്. ഈ സിനിമ സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ തീർക്കാം, പക്ഷേ ഇതൊരു 3 മണിക്കൂർ സീരിയൽ പോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ചില സാധനങ്ങൾ ഇവരെ ഊക്കുന്നുണ്ട്, ഇവരുടെ ഹിന്ദി സീരിയൽസൊക്കെ ഊക്കുന്നുണ്ട്. അങ്ങനെ കുറേ സാധനം. ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഏക്ത കപൂർ ആണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. പൊതുവെ ഈ ഓൾട്ട് ബാലാജി എന്ന് പറഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ വരുന്ന സിനിമയൊക്കെ പോലെയാണ് തോന്നിയത്. അങ്ങനത്തെ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. പിന്നെ ഇവരുടെ ആ ഒരു 2 വേർഷൻ ഓഫ് ദ മൂവി സത്യം പറഞ്ഞാൽ എനിക്ക് ഉഡായിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നാനുള്ള ഇതിനകത്ത് വലിയ ചേഞ്ച് ഉണ്ടെന്ന്. കാരണം ഇതൊരു സസ്പെൻസ് മൂവിയാണ്. ഇതിനകത്ത് കില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അൺവീൽ ചെയ്യുന്നതാണ് ലാസ്റ്റ് ആ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്ന സംഭവം. ഈ കില്ലേഴ്സ് ആരാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു സാധനമുണ്ട്, അത് പക്കാ വരുന്നുണ്ട്, വെട്ടൻ ലെവൽ സാധനം. നമ്മളിങ്ങനത്തെ സാധനങ്ങൾ കണ്ടേക്കുന്നതുകൊണ്ട് നമുക്കത് പുതുമയൊന്നും തോന്നില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും ഫുള്ള് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇരുന്ന് ഫുള്ള് ചിരിയായിരുന്നു. ഞങ്ങൾ സിനിമ കാണാൻ പോയതിൽ ഭൂരിഭാഗം ഓഡിയൻസും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. മലയാളീസ് വളരെ കുറവുണ്ടായിരുന്നുള്ളതുകൊണ്ട് അവർക്കിത് മതിയടി, അവർ മൂട്ടാൻ ചിരിയാണ്. ചിരിച്ച് മണ്ണ് വെപ്പാണ്. കുറേ പേരൊക്കെ ചാടിയൊക്കെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നുണ്ട്. സൈഡിൽ ഒരു ലിറ്ററലി ചാടി എഴുന്നേറ്റ് ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. സിനിമയിലെ ചില സാധനങ്ങൾ നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ചില സാധനങ്ങൾ നമുക്ക് എന്താടി എന്നൊക്കെ തോന്നിപ്പോവും. അതായത് എനിക്കറിയാൻ പാടില്ല, ഈ സിനിമയെപ്പറ്റി പോസിറ്റീവ് പറഞ്ഞാൽ പോലും അത് തെറ്റാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോണ ഒരവസ്ഥയാണ്. എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് എനിക്ക്. ഇത് നല്ലതാണെന്ന്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെങ്കിലും ചിരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ആലോചിക്കണത്, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ട് ചിരിക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായത്. പക്ഷേ നമ്മൾ പറയില്ല, ഇതൊരു ഡേർട്ടി മൂവിന്നോ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ ഇത് പലയിടങ്ങളിലും എൻജോയബിളാണ് ശരിക്കും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊരു മലങ്കൾട്ടായതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് പോകും. ഇങ്ങനൊരു പടം ദയവ് ചെയ്ത്. പിന്നെ ഇതിനകത്ത് ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, ഒരു ജാതക്കുള്ള ആളുണ്ട്, അഭിഷേക് ബച്ചൻ. സത്യം പറഞ്ഞാൽ അഭിഷേക് ബച്ചൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ അടുത്ത് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ ലൂഡോ എന്നുള്ള സിനിമയാണ്. അനുരാഗ് ബാസു സംവിധാനം ചെയ്തിട്ടുള്ള, അതിനകത്ത് പേളിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കിട്ടിലും പടമായിട്ട് തോന്നിയൊരു സിനിമയാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, ബുള്ളെന്ന് പറഞ്ഞിട്ട്, ദ ബിഗ് ബുൾ. ആ സാധനം
വേറൊന്നും അഭിഷേക് ബച്ചൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള വർക്ക്സ് ഞാൻ ഈ അടുത്ത് വേറെ കണ്ടില്ല. മന്മർജിയാൻ അടിപൊളിയായിരുന്നു. അതിനകത്ത് എനിക്ക് അഭിഷേക് ബച്ചൻ ഭയങ്കര ഇഷ്ടമായതാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അഭിഷേക് ബച്ചൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗുരു, മണിരത്നം സംവിധാനം ചെയ്ത ഗുരുവാണ്. അപ്പോൾ എന്താ പറയുക, അതിലൊക്കെ കണ്ടിട്ടുള്ള അഭിഷേക് ബച്ചനെ കണ്ടിട്ട് ഇതിൽ പക്ഷേ അഭിഷേക് ബച്ചൻ അങ്ങനെ വെറുപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള അഭിഷേക് ബച്ചൻ അത് സത്യം പറഞ്ഞാൽ അത് കുറേ നല്ലൊരു പ്രോപ്പർ കോമഡി കുറച്ച് സാധനങ്ങളൊക്കെ എന്താ നമുക്ക് ചിരിക്കാനുള്ള വക തന്നത് അഭിഷേക് ബച്ചനാന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രേയസ് തൽപ്പടെ ഉണ്ട്, നമ്മുടെ ഓം ശാന്തി ഓമിലെ മച്ചാൻ, പിന്നെ ജനീലയുടെ ഹസ്ബൻഡ് നമ്മുടെ റിതേഷ് ദേശ്മുഖ് ഉണ്ട്. മച്ചാൻ്റെ ധമാലിനറ പടം എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാം. സഞ്ജയ് ദത്ത് ഉണ്ട് ഇതിനകത്ത്. ധമാലിൽ സഞ്ജയ് ദത്ത് എന്തായിരുന്നു, ധമാലിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, പക്ഷേ എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ ധമാലിൻ്റെ റീമേക്ക് അല്ലെങ്കിൽ അടിച്ചു മാറ്റുള്ള വെർഷനായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള ജയസൂര്യയും കുഞ്ചാക്കോവനും ഇന്ദ്രജിത്തും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ സാധനം, നമ്മുടെ സലീം കുമാർ മറ്റേ പ്ലെയിൻ്റെ സീൻ വരുന്നത്, അത് ശരിക്കും ധമാലിൻ്റെ റീമേക്കാണ്. ധമാൽ കഴിഞ്ഞ് വേറെ ഒരു സിനിമയുടെ എന്തോ കോപ്പി ആയിരുന്നു പോലെ അങ്ങനെ എന്തൊക്കെയാണ്. മറ്റേ സിനിമയുടെ പേരും എനിക്ക് ഓർമ്മ കഴിഞ്ഞില്ല, അറിയാൻ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്ലെയിൻ ഓടിക്കാൻ പോകുമ്പോൾ എന്താ പറയണത്, സലീം കുമാർ പ്ലെയിൻ ഓടിക്കാൻ കൊണ്ടുപോയില്ല ഇവരെ കൊണ്ട്. ആ സിനിമയുടെ പേര് എനിക്ക് വിട്ടുള്ള 3 Kings എന്നായിരുന്നു തോന്നുന്നത് പടത്തിൻ്റെ പേര്. അതന്നെ 3 Kings ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ടൈപ്പ് പടം. അതിൽ പക്ഷേ അത്രയും ഡബിൾ മീനിങ്ങോ ജോക്സോ പരിപാടികളൊന്നും ഇല്ല. ഇതങ്ങനെ ഇത് ഫുള്ള് ഡബിൾ മീനിങ്ങാണ്, ഫുൾ ഡബിൾ മീനിങ്ങും. അതുപോലെ നമ്മൾ സ്ത്രീകൾ ഈ എല്ലാ ആക്ട്രസസിനെയും ഇതിനകത്ത് ഓരോ അവരുടെ ബോഡി പാർട്സ് വെച്ച് ഒബ്ജക്റ്റിഫൈ ചെയ്യുകയാണ്. അതിനിവർ നിന്ന് കൊടുത്തല്ലോ എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇതേ ഞാൻ തന്നെ പുഷ്പ 2 കണ്ടിട്ട് ഞാൻ രശ്മികയുടെ അവസ്ഥ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തിനാണ് അങ്ങനത്തെ റോള് ചെയ്തതെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഡാക്കു മഹാരാജിൽ ഉർവശി റോത്തേലിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എത്ര പേരെ ചോദ്യം ചെയ്യും. ഇതിലെ എല്ലാ നടികളുടെ അവസ്ഥ അതാണ്. ഇവർ അറിഞ്ഞുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഐ ഫെൽറ്റ് സോറി ഫോർ ദം. കാരണം ഇവരെ മിയർ ഐ ക്യാൻഡി ലെവലിൽ അല്ലെങ്കിൽ അതിലും താഴ്ന്ന രീതിയിലൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിപ്പോയി. ചിത്രാംഗതയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന നടിയാണ്. സാലി സിന്ദഗി കണ്ടവർക്ക് അറിയാം, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. പക്ഷേ ആ നടീനൊക്കെ ഇതിനകത്ത് കാണിച്ചേക്കണം. അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ്യൂം തൊട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി കണ്ടോ, അത്ര എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ വീട്ടുകാർ ഇത് ആ ഒരു മൈൻഡ് സെറ്റിലിരുന്ന് കണ്ടുകൊണ്ടും എന്താ പറയുക, ഞങ്ങളിത് ഓൾറെഡി ഇത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതൊരു അപരാധ ലെവൽ സാധനം ആയിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ തല വെച്ച് കൊടുത്താണ്. അപ്പോൾ എനിക്കൊരു പരിധി വിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഇത് മലങ്കൾട്ടായിട്ട് ഞാൻ എൻജോയ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്തില്ല എന്ന് പറയാൻ കള്ളമായി പോവും. അതുകൊണ്ട് ഞാൻ കള്ളം പറയുന്നില്ല. ഇത് പലയിടങ്ങളിലും ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പാടില്ല. മോറലി നോക്കിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫ്ലോഡായിട്ടുള്ള മനുഷ്യന്മാരാണ്. ചില സാധനങ്ങൾ നമുക്കറിയാം, നമ്മളത് എന്നാലും എൻജോയ് ചെയ്ത് പോകുന്ന പറഞ്ഞ അങ്ങനത്തെ ഒരു സീനാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്ത് പറയാനാ, പിള്ളേരൊന്നും കൊണ്ട് ഈ പടത്തിന് പോരുത് കേട്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. വല്ല ഡൗട്ടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പേരൻസൊക്കെ പെട്ടുപോകും. ഈ സിനിമ റേറ്റഡ് മൂവി ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ക്രൈമാണെന്ന് ഞാൻ പറയും. ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം പല സിനിമകൾക്കും UA റേറ്റിംഗ് കൊടുക്കുന്നിടത്ത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് എന്തായാലും റേറ്റിംഗ് കൊടുക്കേണ്ടി വരും. കാരണം ഇതിലെ ഭൂരിഭാഗം ഡയലോഗും ഡബിൾ മീനിങ് ആണ്. ശരി, എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഹൗസ്ഫുൾ 5-നേക്കാളും അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് മസ്തി, അല്ലെങ്കിൽ ആ ഗ്രാൻഡ് മസ്തിയുടെ 4th പാർട്ട് ഡയറക്റ്റഡ് ബൈ രാം ഗോപാൽ വർമ്മ. അതെന്താ പറയാൻ കാരണമെന്ന് ഞാൻ പറയട്ടെ. രാം ഗോപാൽ വർമ്മയുടെ ചില സിനിമകളുണ്ട്, ആംഗിളൊക്കെ എവിടെ കൂടെയോ വരണേന്ന് പറയാൻ പറ്റില്ല. നടിയുടെ ഏത് ആംഗിളിൽ കൂടെ വേണമെങ്കിലും ക്യാമറ വന്നിരിക്കും. നിങ്ങൾ രാം ഗോപാൽ വർമ്മയുടെ ക്യാമറ വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമകളിലാണ് പുള്ളി എവിടെയൊക്കെ ക്യാമറ വെക്കണമെന്നുള്ളത് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. ആ ലെവൽ ക്യാമറ വർക്കൊക്കെ ചെയ്ത് കളയും പുള്ളി. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാമറ വർക്ക് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് സിനിമ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാം ഗോപാൽ വർമ്മയാണ്. അതുപോലെ തന്നെ ഇത് ഗ്രാൻഡ് മസ്തി അല്ലെങ്കിൽ മസ്തിയുടെ സീക്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് 4th പാർട്ടായിട്ട്. പിന്നെ മലയാളം സിനിമയിലെ ഒരുപാട് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതായിട്ടും എനിക്ക് തോന്നി പല കാര്യങ്ങളും. ഇതൊക്കെയാണ് ഹൗസ്ഫുൾ 5. എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, ടാറ്റ.